ആ മീറ്റിംഗ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് പോർട്സിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറിയും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ടൊക്കെ ബേസിക്കായിട്ട് മറ്റേ എൽസ ഷിപ്പിൻ്റെ കണ്ടെയ്നർ ഷിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിൽ മാരിടൈം ബോർഡിന് പ്രത്യേകിച്ച് ക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ CEO ഒരു കോമൺ ഗ്രൂപ്പിൽ എല്ലാ ഗ്രൂപ്പിലും CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്, അദ്ദേഹം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ആ ഷിപ്പ് റക്കേജ് റിമൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗാണ്. ഏതാ മറ്റേ നമ്മുടെ കൊച്ചിയിൽ അല്ലെങ്കിൽ ആലപ്പുഴയ്ക്ക് പടിഞ്ഞാറ് മുങ്ങിയ കപ്പലിൽ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. പക്ഷെ അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതിപ്പോൾ നമ്മുടെ നേവിയും കോസ്റ്റ് ഗാർഡും വളരെ വളരെ വലിയ എഫർട്ട് എടുത്ത് അത് തീ അണയ്ക്കാൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ പല കണ്ടെയ്നറും ഷിപ്പിൻ്റെ ചുറ്റും ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുന്നതിനാൽ വളരെ ക്ലോസ് റേഞ്ചിൽ അവർക്ക് വെള്ളം ഒഴിക്കാനോ തീ അണയാനോ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന പടങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. നല്ല രീതിയിൽ ഇപ്പോൾ അത് എന്താ പറയുക ഒരു ഫയർ ഉണ്ടാവുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഏതെങ്കിലും തരത്തിൽ ഈ നേവിക്കോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിനോ അത് എന്താ പറയുക അണയ്ക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്കൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ഒരു മാരിടൈം സെക്ടറിൽ അല്ലെങ്കിൽ കടലിലൊരു അപകടം ഉണ്ടായാൽ അതിനെ ആദ്യം കൈകാര്യം ചെയ്യുന്നതെല്ലാം നമുക്കറിയാം മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ കമ്മിറ്റിയുണ്ട്. അത് കോസ്റ്റ് ഗാർഡ് ലീഡർഷിപ്പുള്ള മിനിസ്ട്രി ഓഫ് ഷിപ്പിങ്ങിലെ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങും അതേപോലെ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റി. അതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് യാതൊരു പ്രാതിനിധ്യമില്ല. അപ്പോൾ ഒരു ഷിപ്പ് ആക്സിഡൻറ്റ് പെട്ടാൽ അത് അത്യാവശ്യം 24 അവേഴ്സിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കേണ്ടതും ഒക്കെ അത്തരം ഏജൻസികൾക്കാണ്. അവരുടെ വിവിധ ഏജൻസികൾ പലതരത്തിലുള്ള ആക്ഷൻ എടുക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ അവർക്ക് 3 പേർക്കുമാണ്. ഒന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്, 2 ഇന്ത്യൻ നേവി, 3 കോസ്റ്റ് ഗാർഡ്. അവർ സജീവമായിട്ട് ഈ കാര്യങ്ങളിൽ ഇപ്പോൾ ഇടപെടുകയും ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. പക്ഷെ അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഈ തീ അണച്ചെങ്കിലേ അതൊരു സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അണയ്ക്കുന്നതിന് അതിൻ്റെതായ പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. അത് ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തില്ല. അതിനകത്ത് പങ്കെടുത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് നോർമലി പങ്കെടുക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പങ്കെടുത്തു. ഒരു വളരെ ഡെയിലി മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് നടത്തിയിട്ട് അതിൻ്റെ ഈ റക്ക് റിമൂവ് ചെയ്യുന്ന സാൽവേജേഴ്സ് ഉണ്ട്. സാൽവേജേഴ്സിനെ കൊണ്ട് അവർ വിങ്ങോൾ വിദഗ്ധർ വന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നില്ലേ. അപ്പോൾ അവർ അത് പോയി അതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് അറിഞ്ഞ് താഴെ പോയി അവർ ആ റക്ക് കംപ്ലീറ്റ് കണ്ടെയ്നർ റിട്രീവ് ചെയ്ത് മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നമ്മുടെ തീരത്ത് 40-45 കണ്ടെയ്നറുകൾ കൊല്ലവും തിരുവനന്തപുരമായിട്ട് അടുത്തല്ലോ. അതിൽ 45-46ഓളം കണ്ടെയ്നറുകൾ അന്നടിഞ്ഞത് തകർന്നതും പൊടിഞ്ഞതും MD ആയിട്ടാണ്. അതെല്ലാം നമ്മളെ കൊല്ലം മാരിടൈം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള പോർട്ടിൽ. ഇന്നലത്തേതിനകത്ത് ഇപ്പൊ പുറത്ത് വീണിരിക്കുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം കൃത്യം അറിയില്ല. ആ വീണ് കിടക്കുന്ന കണ്ടെയ്നർ 2 തരത്തിലാവാം. നല്ല ഹെവി ലോഡുള്ള കാർഗോ ഉണ്ടെങ്കിൽ അത് മുങ്ങാം. ഹെവി ലോഡല്ലാത്ത ചില കാർഗോ ആണെങ്കിൽ ചിലപ്പോൾ ഫ്ലോട്ട് ചെയ്യാം. ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യുന്ന കാർഗോ ആണെങ്കിൽ കാറ്റിന്റെ ഗതി അനുസരിച്ച് ഒരു പക്ഷേ അത് ഇപ്പോഴത്തെ നമുക്ക് മറ്റേ ഒരു ആക്സിഡന്റിൽ നിന്ന് മനസ്സിലായത് എങ്ങനെയാണ്, തെക്കോട്ടാണ് കാറ്റിന്റെ ഗതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസം 4 ദിവസം കൊണ്ട് ആ കണ്ടെയ്നറുകൾ കാറ്റടിച്ച് കരയിൽ അടുക്കാൻ ചാൻസ് ഉണ്ട്. ഇൻകോയിസ് എന്ന് പറയുന്ന ഏജൻസി ഉണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. അവർ പറഞ്ഞിരിക്കുന്ന ഒരു പക്ഷേ 3 ദിവസം കൊണ്ട് ഇത്തരം കണ്ടെയ്നറുകൾ കരക്കടിച്ചേക്കാം. കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ തെക്കോട്ടോ അടിയാം. അങ്ങനെ കരക്കോട്ട് വന്നാൽ ആ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിനൊക്കെ അത്യാവശ്യം സാൽവേജേഴ്സിന് ഇപ്പോൾ അവർ അപ്പോയിന്റ് ചെയ്യും. അതല്ലെങ്കിൽ തന്നെ സ്റ്റേറ്റിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും പൊല്യൂഷനും ടോൾ ബോർഡും മാരിടൈം ബോർഡും ഒക്കെ ചേർന്നിട്ട് അത്തരം കണ്ടെയ്നറുകൾ സുരക്ഷിതമായിട്ട് അത്യാവശ്യം നമ്മുടെ പോർട്ടുകൾ എവിടെ ഉണ്ടോ അവിടെ. പക്ഷേ കസ്റ്റംസിൻ്റെ ഒക്കെ സപ്പോർട്ട് വേണം. ഇപ്പം ചെയ്തതുപോലെ അത് ചെയ്യും അങ്ങനെ വരുന്ന പക്ഷം. ഇപ്പം നമുക്ക് നിലവിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വ്യക്തമായ അഭിപ്രായം പറയത്തക്ക ഒരു സ്റ്റേജിലാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. എല്ലാവരും സർവേലൻസ് ഉണ്ടല്ലോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആയാലും പൊല്യൂഷൻ കൺട്രോൾ തീരദേശ കോസ്റ്റൽ പോലീസ് ആയാലും മാരിടൈം ബോർഡ് എല്ലാവരും എന്താ വരുന്നതെന്നുള്ളതിന് നേരിടത്തക്ക രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പോർട്ട് ഓഫീസർമാരെല്ലാം നമ്മൾ അലർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അതിന് വേണ്ടുന്ന അവർക്ക് അധികാരമുണ്ട്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും. ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങളുടെ പോർട്ട് ലിമിറ്റിനകത്ത് അത്യാവശ്യം അത് കൈകാര്യം ചെയ്യാൻ വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഉണ്ട്. അത് നമ്മൾ ചെയ്യും. പിന്നെ ഈ അവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തുന്ന ഏജൻസികളുണ്ട്. അവർ ഈ പറയുന്ന പലതരം ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെ കള്ളാൻ മെഷീനറി ഇൻഷുറൻസ് ഉണ്ട്, VI ക്ലബ് എന്ന് പറയുന്ന ഇൻഷുറൻസ് ഉണ്ട്. അവരുടെയൊക്കെ ഏജൻസ് വരും. എന്നിട്ട് അവരുടെ സഹായത്തോടു കൂടി അവർ തന്നെ ചില കേസുകളിൽ നേരിട്ട് ഇതെല്ലാം ചെയ്യേണ്ടത് അവരാണ് യഥാർത്ഥത്തിൽ. എന്ത് സംഭവിച്ച് നമ്മുടെ തീരപ്രദേശത്ത് പോലും ഒരു കടലിൽ ഒരു കപ്പൽ അപകടം നടന്ന് എന്ത് തരം പരിസ്ഥിതി ആഘാതം ഉൾപ്പെടെയുള്ള എന്ത് കാര്യം നടന്നാലും അതിന് പരിഹാരം കണ്ടെത്തേണ്ടതും അതിനെ പ്രതിരോധിക്കേണ്ടതും അതിന് സത്വര നടപടിയെടുക്കേണ്ടതും ആ കപ്പൽ കമ്പനിയുടെ ഇൻഷുറൻസും അവരെ റെഗുലേറ്റ് ചെയ്യുന്ന ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങും മിനിസ്ട്രി ഓഫ് പോർട്സുമാണ്.
അതിനകത്തൊരു സപ്പോർട്ടിങ് അഥവാ ഫെസിലിറ്റേറ്റിംഗ് റോളാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ളത്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഭംഗിയായി ചെയ്യുന്നുണ്ട്.